സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലെ? പുറത്തിറങ്ങുമ്പോഴേക്ക് ഭയങ്കര സ്വീകാര്യത ജനങ്ങളുടെ എന്തുകൊണ്ടായിരിക്കും സ്നേഹം? നമുക്കുള്ള സ്നേഹം കൊണ്ട് അവര് സ്നേഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു. ഇത് ഓരോ പാലക്കാട്ടുകാരുടെയും ഒരു ആഗ്രഹമാണ്. അവരാ ആഗ്രഹം രാഹുലിനോട് നേരിട്ട് പറയുകയും ചെയ്തു. രാഹുൽ ഒരു നോ അവരോട് പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട് സ്മൈൽ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ പാലക്കാട് എത്തി അവിടെ ഒരു കുടുംബത്തിന്, ഒരു അമ്മയ്ക്കും മോൾക്കും താക്കോൽ ദാനമൊക്കെ ചെയ്യുന്നത് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടതായിരിക്കും. ഇതാ ഇപ്പോൾ അതിനുശേഷം വേറെ ഒരു വീടിന്റെ താക്കോൽ ദാനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഇന്നലെ പാലക്കാട് എത്തിയപ്പോൾ അവിടെ ചില ആളുകൾ രാഹുലിനോട് പറയുന്ന ഒരൊറ്റ കാര്യം, അവരുടെ ഒരു ആഗ്രഹം. ആ ഒരു ആഗ്രഹം എനിക്ക് തോന്നുന്നു രാഹുലിനെ സ്നേഹിക്കുന്ന കേരളത്തിലുടനീളമുള്ള അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള രാഹുലിനെ സ്നേഹിക്കുന്ന മലയാളികളുടെ ഒരു ആഗ്രഹമാണ്. രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെ ഇത്തവണ പാലക്കാട് മത്സരിക്കണം എന്നുള്ളത്. അങ്ങനെ മത്സരിച്ചാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ 100% അറിയാവുന്ന ആ ഒരു കാര്യം, അതായത് രാഹുൽ വിജയിക്കുക തന്നെ ചെയ്യും. ഇല്ലേ? നിങ്ങൾ പറ, താഴെ കമന്റ് ബോക്സിൽ പറ, ജയിക്കില്ലേ രാഹുല്? പാലക്കാട് നിന്നുള്ള ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു പറഞ്ഞു, ബ്രോ ഇവിടെ രാഹുൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, 1.5 വർഷമേ ആയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു 1.5 വർഷം കൊണ്ട് ഒരു MLAക്ക് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ അയാൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കതുപോരെ, നമുക്കതല്ലേ വേണ്ടത്. അല്ലാതെ 5ഉം 10ഉം കൊല്ലം ഇരുന്ന് ഭരിച്ച് മുടിപ്പിക്കുന്ന ഒരു നേതാവിനെ നമുക്ക് എന്തായാലും വേണ്ടല്ലോ. എന്തായാലും രാഹുൽ വന്നപ്പോൾ രാഹുൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അധികം ആൾക്കാർ ചിലപ്പോൾ അത് കേട്ടിരിക്കാൻ സാധ്യതയില്ല, കണ്ടു കാണില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. മുഴുവൻ ഈ രാഹുൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ, അതോടൊപ്പം തന്നെ എൻ്റെ ഒരു അഭിപ്രായം മുഴുവൻ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തുമായിക്കോട്ടെ താഴെ കമന്റ് ബോക്സിൽ പറയുക. പിന്നെ കമന്റ് ബോക്സിന്റെ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ അതിലും ഒന്ന് ഞെക്കിയേക്കുക. ഇനി നമുക്ക് രാഹുൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. പുറത്തിറങ്ങുമ്പോഴേക്ക് ഭയങ്കര സ്വീകാര്യത ജനങ്ങളുടെ എന്തുകൊണ്ടായിരിക്കും സ്നേഹം? നമുക്കുള്ള സ്നേഹം കൊണ്ട് അവര് സ്നേഹിക്കുന്നു. സന്തോഷം. ഒരു ഓൺലൈൻ മീഡിയക്കാരനാണ് രാഹുലിനോട് ആ ഒരു ചോദ്യം ചോദിച്ചത്. പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരുപാട് സ്വീകാര്യതയാണല്ലോ നിങ്ങൾക്ക്, എങ്ങനെയാണത് സംഭവിക്കുന്നത്? ഇത്രയും ഒരു കേസൊക്കെ വന്നല്ലോ, 3 പേര് ഇറങ്ങിയല്ലോ, എന്നിട്ടും ഇന്ന് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും? പുള്ളി നടത്തുന്ന മറ്റേ PR പരിപാടി എന്നൊക്കെ ചിലപ്പോൾ ചില ആളുകൾ പറഞ്ഞേക്കാം. എനിക്കറിയില്ല പുള്ളിക്ക് PR ഉണ്ടോയെന്ന്, ഞാനങ്ങ് പറഞ്ഞതാ. ചില ആളുകൾ മെയിനായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്ന കണ്ടു. പുള്ളിക്ക് സോഷ്യൽ മീഡിയയിൽ PR ഉണ്ട്, PR വർക്ക് ഏജൻസി ഉണ്ട്, പുള്ളിക്ക് ചെയ്തു കൊടുക്കുന്ന PR ടീമുണ്ട്, അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും സ്വീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറ, ഏതെങ്കിലും PR ടീമിന്റെ കുരുക്കിൽ പോയി നിങ്ങൾ വീണിട്ടാണോ രാഹുലിനെ സ്നേഹിക്കുന്നത്? അതോ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് കൊണ്ടാണോ? നമ്മൾക്ക് എല്ലാവർക്കും അത്യാവശ്യം മൂലയില്ലേ? ഈ നടന്ന കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങിയതിന് ശേഷമല്ലേ നമ്മൾ എല്ലാവരും രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്, അല്ലേ? രാഹുലിനെതിരെ 1ാം പരാതിക്കാരി, 2ാം പരാതിക്കാരി, 3ാം പരാതിക്കാരി, ഈ പരാതിക്കാരികൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ രാഹുലിനെ ഒരു സംശയക്കണ്ണോട് തന്നെ നമ്മൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നില്ല രാഹുൽ അങ്ങ് വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്, രാഹുൽ പോലും അത് പറയുന്നില്ല. പിന്നെ ഞാനത് പറയുന്നതിനകത്ത് അർത്ഥമില്ല. രാഹുലിന് അവരെ എല്ലാവരും അറിയാം. രാഹുൽ എല്ലാവരുമായിട്ട് ചിലപ്പോൾ നല്ല രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിൽ രാഹുൽ മാത്രമാണോ തെറ്റുകാരൻ? അല്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ മാത്രമായിട്ട് കല്ലെറിയാൻ ഞാൻ നിൽക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുള്ളി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഈ കണ്ണ് വെച്ച് നമ്മളൊന്ന് കാണണ്ടേ? അങ്ങനെ കാണുന്നു. പിന്നെ പുള്ളിയെ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്ത് പുള്ളിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പല തെമ്മാടിത്തരങ്ങളും ഇവിടെ മറച്ചു വെക്കുന്ന പല പരിപാടികളും കണ്ടപ്പോഴത്തേക്കാണ് വെറുതെ അയാളെ കല്ലെറിയാൻ നിൽക്കണ്ട, അയാളുടെ ഭാഗം കൂടെ കേൾക്കണമെന്ന് എനിക്ക് തോന്നാൻ കാരണം. മനസ്സിലായോ? ഇപ്പോൾ പോലും അയാൾ പറയുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ ഒരു വീഡിയോ ഇന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി. ആ വീഡിയോ ക്ലിപ്പ് എൻ്റെ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. ഈ കഴിഞ്ഞ ദിവസം ഡിപ്പോർട്ടർ ചാനലിനും വേറൊരു ചാനലിനും ഒക്കെ നല്ല രീതിയിൽ അടിച്ച് കൈ കൊടുക്കുന്ന ഒരു പരിപാടി രാഹുലിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല കാര്യമാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾ രാഹുലിനെ അങ്ങോട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചില ചൊറിച്ചില്ല ഇവിടുത്തെ ചില മാധ്യമങ്ങൾക്ക്.
കാരണം അവർക്ക് അന്നത്തെ ദിവസം അത് പിടിക്കാം. വേറെ അപ്പുറത്തെ വലിയ നമ്മളെ ഭരണിക്കുന്ന എന്ന് തന്നെ പറയണം, നമ്മളെ ഭരണിക്കുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, അവന്മാരുടെ തെറ്റുകളും അവന്മാരിലുള്ള ചില നേതാക്കന്മാര്, മന്ത്രിമാര്, ഗണമാമൻ ഒക്കെ കാണിക്കുന്ന ചില തെമ്മാടിത്തരങ്ങളൊക്കെ മുക്കാൻ രാഹുൽ തന്നെ വേണം ഇവിടെ. ചില മീഡിയക്കാർക്ക് അവരിത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയില്ല, നിങ്ങൾ പറയുമോ? എനിക്ക് നേരത്തോട്ടെ തോന്നുന്നൊരു കാര്യം അത്. ഇനി എന്താ അടുത്തൊരു വീഡിയോ, ഈ ആവശ്യമില്ലാത്ത അതായത് വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടി രാഹുലിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഒരു അനാവശ്യമായിട്ട് നടക്കാത്തൊരു കാര്യം ഓക്കെ നടക്കും എന്ന് പറയുന്ന ഒരു പരിപാടി രാഹുലിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഇത് നിങ്ങൾ കേട്ടോ. നമുക്കിപ്പോ ഒരു കമ്മിറ്റ്മെന്റ് കഴിയും, നമ്മുടെ പ്രതീക്ഷ കൊടുക്കാൻ പാടില്ല. ഡേറ്റ് ആണല്ലോ പറഞ്ഞു അങ്ങനെ കാണാം. അതുകൊണ്ട് പോവാലോ. രാഹുൽ പറയുന്നത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ? രാഹുൽ അവിടുത്തെ ആ താക്കോൽ ദാനം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു വീടിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കാറി കയറുമ്പോൾ വേറൊരാൾ ഒരു കാര്യം, അതായത് എന്തെങ്കിലും ഒരു അഭ്യർത്ഥനയായിരിക്കാം, രാഹുൽ വേറൊരു വീട് അല്ലെങ്കിൽ ഇന്ന കാര്യം എന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഓൾറെഡി നമ്മൾ കുറച്ച് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് തീരട്ടെ, അല്ലാതെ വെറുതെ ഞാൻ അങ്ങോട്ട് കയറി ഓക്കെ എല്ലാം ശരിയാക്കി തരാം എന്നങ്ങോട്ട് പറഞ്ഞിട്ട് പോകുന്നതിനകത്തൊരു കാര്യമില്ലല്ലോ. അത് സത്യം പറഞ്ഞ ഒരു പറ്റിക്കലായി പോവുമല്ലോ. പുള്ളി അങ്ങനെ ഒരാളെ പറ്റിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ചീറ്റ് ചെയ്യുന്നില്ല ആര്. പുള്ളിക്ക് ആകെ ഉണ്ടായിരുന്നത് ചില ബന്ധങ്ങളാണ്, മനസ്സിലായോ? അത് പുള്ളിയായിട്ട് വാടി മോളെ എന്നും പറഞ്ഞു വലിച്ചങ്ങോട്ട് വീട്ടിൽ കയറ്റിയതല്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതൊക്കെ ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. രണ്ടു പേരുടെ ഇഷ്ടത്തോടു കൂടി നടന്ന കാര്യങ്ങൾ. അതിൻ്റെ പേരിൽ ഇനി ആ മനുഷ്യനെ കല്ലെറിയാനായിട്ട് ഞാൻ നിൽക്കത്തില്ല. കല്ലെറിയുന്നവരെ തിരിച്ച് ഞാൻ കല്ലെടുത്തെറിയും, അത് ഉറപ്പുള്ള കാര്യമാണ്. മനസ്സിലായോ? എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവർക്ക് നിൽക്കാം, സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചുകൊണ്ട്. ഇനി എന്താ ഒരൊറ്റ വീഡിയോ ക്ലിപ്പും കൂടെ, ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പാലക്കാട്ടുകാർ രാഹുലിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന്. മനസ്സിലായോ? ദാ ഇത് കണ്ടോ. സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ? ഒന്നുമില്ല. ഞങ്ങൾക്ക് ആഗ്രഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തന്നെ, വേറൊന്നും പറയാനില്ല. വെള്ളയും വെള്ളയിട്ടൊരു ചേട്ടനൊക്കെ തന്നെയാണ്. കോൺഗ്രസ്സുകാരനാണോ അല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. എന്താണെങ്കിലും പാർട്ടിക്കുള്ള അകത്തുള്ള ആളാണെങ്കിലും ശരി, പാർട്ടിക്ക് പുറത്തുള്ള ഒരു വ്യക്തി, ഒരു സാധാരണ നാട്ടുകാരനാണെങ്കിലും ശരി, പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഞങ്ങളുടെ ആഗ്രഹം രാഹുൽ ഇവിടെ മത്സരിക്കണോ എന്നുള്ളത് തന്നെയാണ്. പാർട്ടി ഇനി രാഹുലിനെ നിർത്തിയില്ലെങ്കിൽ വേണ്ട, നിൽക്കണ്ട, സ്വതന്ത്രനായിട്ട് മത്സരിക്കേ, ഞങ്ങൾക്കത് ഇഷ്ടമാണ്, ഞങ്ങൾ വോട്ട് ചെയ്യും എന്നാണ് ഓരോ പാലക്കാട്ടുകാരും പറയുന്നതേ. പാലക്കാട്ടുകാരനും പാലക്കാട്ടുകാരിയും ഒക്കെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരുപാട് വീഡിയോകൾ ഞാൻ രാഹുലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു മുത്തശ്ശി രാഹുലിനെ കെട്ടിപ്പിടിച്ച് കരയുന്നത്, വേറൊരു ചേച്ചി, എല്ലാം പാലക്കാട്ടുകാർ തന്നെ. ഒരൊറ്റ രാഹുൽ മതി. ഒരു കോൺഗ്രസും ഒരു കമ്മ്യൂണിസ്റ്റും ഒരു BJPയും പാലക്കാട് കൊണ്ടുപോയില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസമാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. എന്താണെങ്കിലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.